ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എങ്ങോട്ട് കയറി പോവാ നീ? സത്യമേ, അല്ല, നീ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളല്ലേ? പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഭാമേ, വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാതെ. ഇത് അവളെ വിടല്ലേ എന്ന് വെച്ച് തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോ കയറി വരാനും ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങിപ്പോയവരൊക്കെ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെയാ. അതിന് ഇനി ഒരു മാറ്റവും വരുത്തണ്ട. അച്ഛാ, സത്യാമ്മയോട് ഞങ്ങളെ വഴക്ക് പറയില്ലെന്ന് പറ. ഭാമേ, ഈ കുഞ്ഞോട് പറയുന്നത് കേട്ടില്ലേ നീ? നീ ചുമ്മാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ? രാഘവട്ടെ, ഇത് കടുംപിടുത്തൊന്നുമല്ല. ഈ അവസാന നിമിഷം ഇവളെ തന്ത്രപൂർവ്വം പറഞ്ഞു വിട്ടിരിക്കുന്നത് ശാരദാമ്മ തന്നെയാ. അവസാനായിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ഒരവകാശം പോലെ പറഞ്ഞു വിട്ടിരിക്കുക. എരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നുന്ന കൂട്ടരല്ലേ? ഇതും ചെയ്യതിനപ്പുറം ചെയ്യും. ഒരുത്തി കിടക്കുന്നത് അറിഞ്ഞില്ലേ? ഇങ്ങനൊക്കെ ചെയ്യുന്നതിന്റെ കൂലിയാ ആ കിടക്കുന്നത്. സത്യമേ, എന്തിനാ ഇങ്ങനെ ശാപവാക്കുകളൊക്കെ പറയുന്നത്? ദ്രോഹം ചെയ്തു ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് ദ്രോഹ ഞങ്ങള് ചെയ്ത്? എന്റെ അമ്മ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ എല്ലാരെ. എന്റെ അമ്മ ഇവിടെ വന്നതല്ലേ? സത്യമ്മ തന്നെയല്ലേ എന്റെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി? കണ്ടില്ലേ, ഇവളുടെ വീട്ടുകാരെ പറഞ്ഞപ്പോ അവളുടെ നാവിന് ജീവൻ വെച്ചത് കണ്ടില്ലേ? ഇനിയും ഞാൻ ഇവളെ ഇവിടെ വാഴിക്കണം എന്നാണോ രാഘവട്ടൻ പറയുന്നത്? ഭാമേ, അവള് എവിടെ ഭാമ നിൽക്കേണ്ടത്? അവളെ കെട്ടിക്കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കല്ലേ? അവൾ നിൽക്കേണ്ടത് ഈ വീട്ടിൽ തന്നെ. ഓ, നിന്നോട്ടെ, കോതി തീരുവോളം നിന്നോട്ടെ. ജപ്തി ചെയ്യുന്നത് വരെയല്ലേ നിൽക്കൂ. സത്യമ്മേ, അമ്മ ഇറക്കി വിടല്ലോ. സത്യമ്മേ, ഇറക്കി വിട്ട ഞാനും കൂടെ പോ. അമ്മ ഇറക്കി വിടല്ലെന്ന് പറ അമ്മേ. ഭാമേ, ഈ മോളെ ഓർത്തെങ്കിലും നീ ഒന്ന് ക്ഷമിക്കേ. മോള് കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഇറക്കി വിടുന്നില്ല. പക്ഷെ നാളെ രാവിലെ പോയിക്കൊള്ളണം. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാ. ഇതില് വേറെ ആരും വേണ്ട. ഞങ്ങള് മാത്രം മതി. ഞങ്ങള് മാത്രം. അച്ഛാ, അമ്മ പറഞ്ഞിട്ടാ ഞാൻ. അറിയാം മോളെ, വരട്ടെ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്താം. അച്ഛാ, അപ്പൊ നാളെ ഞാനും അമ്മയും പോയേണ്ടി വരുമോ അച്ഛാ? ഏയ്, അങ്ങനൊന്നും പറയാതെ ചക്കരെ.